യുദ്ധവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇസ്രായേലിലേക്കായാലും ഇറാനിലേക്കായാലും തിരിച്ചടികളൊക്കെ നടക്കുന്നുണ്ട്. രണ്ടു വശത്തും കനത്ത നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്നുമുണ്ട്. എങ്കിൽ മരണസംഖ്യ നോക്കുകയാണ് എങ്കിൽ ഇറാനിൽ അത് വളരെ കൂടി നിൽക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇറാൻ തിരിച്ചടിച്ച് അതായത് ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തിൽ, വ്യോമാക്രമണത്തിൽ ഇസ്രായേലിൽ മരണങ്ങൾ, 1-2 മരണങ്ങൾ സംഭവിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഇസ്രായേലിൽ നിന്ന് തന്നെ നമ്മളോടൊപ്പം സിനി ജോസഫ് അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് മാഡത്തിനോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. ശ്രീമതി സിനി ജോസഫ്, എങ്ങനെയാണ് ഇസ്രായേലിലെ ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിന്റെ ഒരു അവസ്ഥ എങ്ങനെയാണ്? അവിടെ 2 മരണം നടന്നതായിട്ടുള്ള ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. ഇപ്പോഴും ഈ ക്ലസ്റ്റർ വാർഹെഡുള്ള മിസൈലുകളൊക്കെ ആക്രമിക്കുന്നു, അല്ലെങ്കിൽ അതുപോലുള്ള അറ്റാക്കിംഗ് ഒക്കെ നടക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ ഇസ്രായേലിലെ ഒരു സാഹചര്യം? ഗുഡ് മോർണിംഗ്. ഇവിടെ 2 മരണം സംഭവിച്ചിട്ടില്ല. ഇന്നലെ രാത്രിയില് ഒരു തായ്ലാന്റ് സ്വദേശിയായിട്ടൊരു അഗ്രികൾച്ചർ വിസയിൽ വന്ന ഒരു 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഇന്നലെ രാത്രിയിൽ മരണപ്പെട്ടിരിക്കുന്നത്. വേറെ പ്രത്യേകിച്ച് ലാസ്റ്റ് കുറച്ച് ദിവസങ്ങളായിട്ട് ആകെ മരണം ഇപ്പൊ ഇസ്രായേലിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 18 ഉള്ളത്. ഇസ്രായേലിൽ ഇപ്പൊ ഇന്ന് 20 ദിവസം കടന്നിരിക്കുകയാണ്. ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയാനാണെങ്കിൽ രാത്രിയിൽ എത്രമാത്രം മിസൈൽസ് വന്നാലും രാവിലെ ഒരു 7 മണിക്ക് 8 മണിക്ക് ഇടയ്ക്കായിട്ട് ഞങ്ങളെ വിളിച്ചെഴുന്നേൽപ്പിക്കണം എന്നൊരു നല്ലൊരു ഉദ്ദേശം ഇറാൻ ഉള്ളത് കൊണ്ട് സൗത്ത്, നോർത്ത്, സെൻട്രൽ അങ്ങനെ എല്ലായിടത്തും ഞങ്ങൾക്ക് അലാറം വരുന്നത് കൊണ്ട് ഞങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ ഇവിടെ എഴുന്നേൽക്കുന്നുണ്ട്. എത്രമാത്രം ക്ഷീണം ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഡ്യൂട്ടിയിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് എത്രയും നല്ലൊരു സന്തോഷകരമായ ഒരു കാര്യമാണ്. കാരണം ഞങ്ങൾ ഓവറായിട്ട് ഉറങ്ങിപ്പോകുന്നില്ല. ഞങ്ങളുടെ ഡ്യൂട്ടി ഞങ്ങൾക്ക് കറക്റ്റ് സമയത്ത് പഞ്ചലായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളൊരു സന്തോഷ വാർത്തയാണ് ഇപ്പൊ ഞങ്ങൾക്ക് ഇസ്രായേലിൽ നിന്ന് അറിയിക്കാനുള്ളത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ജോയ്സ് പറയുവാണെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് തന്നെയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നത്. ഇപ്പോഴും നമുക്ക് അറിയുന്ന പോലെ ഇന്നലെ വൈകുന്നേരം ഞങ്ങളുടെ ടെൽ-അവീവ്, ജെറുസലേം, നോർത്തേൺ ഇസ്രായേൽ എന്നീ 3 സ്ഥലങ്ങളിൽ റെഡ് അലേർട്ട് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് 2 ദിവസത്തേക്ക്. അതായത് വെള്ളിയാഴ്ച വൈകുന്നേരം 8 PM വരെ വീണ്ടും അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം അറിയാലോ, നാളെ റമദാൻ ഫെസ്റ്റിവൽ ആയതുകൊണ്ട് അതിനുശേഷം വീണ്ടും മീറ്റിംഗ് കൂടിയിട്ടായിരിക്കും അത് മാറ്റുക. വീണ്ടും എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട് എന്നുള്ള അറിയിപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം 50 പേർക്ക് ഗാദറിംഗ് ആണ് ഉള്ളത്. എല്ലാം റെസ്ട്രിക്റ്റഡ് ആണ്. എന്നിരുന്നാലും ഫുഡ്, ഹോട്ടൽ സംബന്ധമായ എല്ലാ കാര്യങ്ങളും നെസസറിയായ എല്ലാ ഷോപ്സുകളും ഇപ്പോഴും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതിനുള്ള കുറവുകളോ കുഴപ്പങ്ങളോ ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. അതുപോലെ മറ്റൊരു വാർത്ത, ഇപ്പം ഇന്നലെ വന്നൊരു വാർത്തയാണ്, യുദ്ധത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്നും ഹോളി സെപ്പുൾക്കർ ദേവാലയത്തിന് നേരെ ഒരു ആക്രമണം. നമുക്കറിയാം, യേശുക്രിസ്തുവിന്റെ ഒരു കബറിടം സ്ഥിതി ചെയ്യുന്നുവെന്ന് ഒരുപാട് വിശ്വാസികൾ വിശ്വസിക്കുകയും അതുപോലെ അത്രയും ബഹുമാനത്തോടു കൂടിയും കാണുന്ന ഒരു ദേവാലയമാണ്. അപ്പോൾ അതിനെതിരെ ഒരു അറ്റാക്ക് നടന്നു, അതുപോലെ വിലാപ മതിലിന്റെ സമീപത്തായിട്ട് അറ്റാക്ക് നടക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. അതിലൊക്കെ എന്തെങ്കിലും വസ്തുതയുണ്ടോ? നമ്മുടെ ഹോളി സെപ്പുൾക്കർ ദേവാലയത്തിന്റെ അടുത്തോട്ടല്ല അറ്റാക്ക് വന്നിരിക്കുന്നത്. അതിന് ഏകദേശം കുറച്ച് അടുത്തായിട്ട് ഒരു റൂഫിലോട്ടാണ് വന്നിരിക്കുന്നത്. അത് ജസ്റ്റ് ഒരു ഡെബ്രീസ്, ഒരു അവശിഷ്ടമാണ് വന്ന് പതിച്ചത്. കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ നമ്മുടെ പള്ളികൾക്ക്, അതായത് നമ്മുടെ വിശുദ്ധ ദേവാലയത്തിന് റെസ്ട്രിക്റ്റഡ് ആണ് കൽപ്പിച്ചിരിക്കുന്നത്. 3 പേരാണ് അവിടെ ഞായറാഴ്ച ദിവസങ്ങളിൽ കുർബാനയ്ക്ക് പങ്കുചേരാൻ പറ്റത്തുള്ളൂ. പുറത്തുനിന്ന് ആരും പങ്കുചേരാൻ അനുവദനീയമല്ല. ഇപ്പോ ഉള്ളിലുള്ള ആൾക്കാർക്ക് മാത്രം. ഇപ്പം നമുക്കറിയാവുന്ന പോലെ 29-ാം തീയതി നമ്മൾ ഹോളി വിശുദ്ധ വാരത്തിലോട്ട് കടക്കുകയാണ്. നാളെ അൽക്കസ പള്ളിയിൽ 2 ലക്ഷത്തിൽ പരം ആളുകൾ ഒത്തുചേരാൻ സാധ്യതയുണ്ട് എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സുരക്ഷാ കാരണങ്ങൾ കൊണ്ടും ഹൈ റെസ്ട്രിക്റ്റഡ് സെക്യൂരിറ്റി തന്നെ അവിടെ വേണ്ടി വരും. അതിന് ഈ സാഹചര്യത്തിൽ അവർക്ക് സാധ്യമല്ലാത്തത് കൊണ്ടും പിന്നെ നമ്മുടെ ക്രിസ്ത്യൻസിന്റെ ഹോളി വീക്സ് വരുന്നത് കൊണ്ടും എല്ലാം കൊണ്ടാണ് ഏപ്രിൽ 10 വരെ ആണ് അവർക്ക് ഇപ്പം റെസ്ട്രിക്ഷൻ പറഞ്ഞിരിക്കുന്നത്. ലിമിറ്റഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഔട്ട്സൈഡേഴ്സിന് ആർക്കും പള്ളിയിൽ കയറാൻ അനുവദനമല്ല. ഇപ്പോൾ അവിടെ ഉള്ളവർക്ക് മാത്രം 10 പേര്, വീക്ക് ഡേയ്സിൽ 10 പേര്, ഫ്രൈഡേ, സാറ്റർഡേ ആൻഡ് സൺഡേ 3 പേര്, അങ്ങനെയാണ് അവിടെ പള്ളിയിലേക്ക് കിട്ടിയിരിക്കുന്ന അറിയിപ്പ്. അതുപോലെ നമ്മുടെ വിശുദ്ധ ദേവാലയത്തിൽ ഇതുവരെ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അതുപോലെ ഹൈ സെക്യൂരിറ്റി അലേർട്ട് തന്നെ അവിടെയുണ്ട്. ഇതുവരെ ആ പ്രദേശങ്ങളിൽ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഓക്കെ, തീർച്ചയായിട്ടും. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ നോമ്പിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തായിട്ട് നമുക്ക് ഈസ്റ്ററും ദുഃഖവെള്ളിയും ഒക്കെ വരാനുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇസ്ലാമിക വിശ്വാസികൾക്കാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയത്തിലൂടെ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ജെറുസലേം എന്ന് പറയുന്നത്, വിശ്വാസപ്രകാരം നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ ഒരു വിശുദ്ധ വാരത്തിൽ നമുക്ക് നമ്മുടെ ഒരു ദുഃഖവെള്ളി ആചരണങ്ങൾ അല്ലെങ്കിൽ അതുപോലെ
അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ എത്രത്തോളം അവിടെ നടത്താൻ നമ്മുടെ വിശ്വാസികൾക്ക് അവിടെ നടത്താനുള്ള ഒരു സൗകര്യം ഉണ്ടാകും? ഇനി ഈ റെസ്ട്രിക്ഷൻ ഒക്കെ മാറാനുള്ള ഏതെങ്കിലും നീക്കങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഈ റെസ്ട്രിക്ഷൻ ഏപ്രിൽ 10 വരെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മാറാൻ സാധ്യതയൊന്നുമില്ല. നമ്മുടെ കൊറോണ സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഓൺലൈൻ പ്രാർത്ഥനകൾ നടത്തിയത് ആ ലെവലിലേക്ക് മിക്കവാറും മാറേണ്ടി വരും എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. കാരണം നമുക്ക് ഗസയിൽ നിന്നാണെങ്കിൽ ഇഷ്ടംമാതിരി ധാരാളം ക്രിസ്ത്യാനികൾ ഇവിടെ പള്ളികളിൽ വരാറ് പതിവുണ്ട്, പ്രത്യേകിച്ച് നാളെയുമായിട്ട്. അപ്പൊ അവരെല്ലാരെയും ഈ ഒരു പ്രത്യേക സിറ്റുവേഷന്റെ സമയത്ത് എല്ലാവരും റെസ്ട്രിക്ട് ചെയ്യുക എന്നുള്ളത് ഇവിടുത്തെ സെക്യൂരിറ്റിനെ സംബന്ധിച്ചിട്ട് അത് പ്രായോഗികമായ ഒരു കാര്യമല്ല. അതുകൊണ്ട് മാത്രം അവർ റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ അറിയാലോ, അവിടെ നമുക്കിടെ ക്രിസ്ത്യൻസ് ഉണ്ട്, ജൂയിസിന്റെ പെസഹ വരുവാണ് ഏപ്രിൽ 1 മുതൽ 14 ദിവസത്തേക്ക്. അപ്പൊ എല്ലാം കൊണ്ടും ഹൈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് മാത്രമാണ് അവിടെ ഇപ്പോൾ റെസ്ട്രിക്ഷൻ വച്ചിരിക്കുന്നത് ഏപ്രിൽ 10 വരെ. ഓക്കെ, തീർച്ചയായിട്ടും. മറ്റൊരു പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നത്, നമുക്കറിയാം ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ AI വീഡിയോയാണ് ഇറങ്ങുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രചരണങ്ങൾ നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് സോഷ്യൽ മീഡിയ എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് അതിനോട് എങ്ങനെയാണെന്ന് പ്രതികരിക്കാൻ സാധിക്കുന്നത്? ഏറ്റവും രസകരമായ ഒരു കാര്യം പറയാനുള്ള ജോയിസ്, നമ്മുടെ ഫേസ്ബുക്ക് തുറന്നു കഴിയുമ്പോൾ തന്നെ ഫേസ്ബുക്കിലെ ആളുകൾ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ആളുകൾ ചോദിക്കുന്നത് എന്തുകൊണ്ട് 6 മണിക്ക് പ്രസ് മീറ്റിംഗ് വയ്ക്കുന്നില്ല എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു. ഇത് 6 മണിക്ക് പ്രസ് മീറ്റിംഗ് കസേരയിൽ ഇരുന്ന് ബെഞ്ചമിൻ നെതന്യാഹു പ്രസ് മീറ്റിംഗ് വയ്ക്കാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ് ഇസ്രായേൽ ഭരിക്കുന്നത്, അല്ലാണ്ട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലല്ലോ. അപ്പൊ പുള്ളിക്കാരൻ്റെതായ തിരക്കുകളുണ്ട്. പുള്ളിക്കാരൻ ഒരിക്കലും അങ്ങനെ പ്രസ് മീറ്റിംഗ് 6 മണിക്ക് ഇവിടത്തെ ഒരു സമയത്തും നടത്തിയിട്ടില്ല. ഡിഫൻസ് മിനിസ്റ്റർ ഉണ്ട്, അല്ലെങ്കിൽ IDF സ്പോക്മാൻ ഉണ്ട്, അങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ പ്രസ് മീറ്റിംഗ് വയ്ക്കുന്നതും. എല്ലാ ദിവസവും വൈകുന്നേരം 6 PM ഇവിടുത്തെ സിവിലിയൻസിനെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, ലോക്കൽ ചാനൽസ് വഴി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അത് പ്രധാനമന്ത്രി ചെയ്യേണ്ട കടമകൾ പ്രധാനമന്ത്രി ഇപ്പോഴും ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ മെയിൻ ആളുകളെ പോലെ, ഞാൻ പറയുന്നത് മെയിൻ ആളുകളെ പോലെ സാധാരണ സിവിലിയൻസിനോട് മുണ്ടുമുറുക്കി കൊടുക്കാൻ നടന്നിട്ട് ഇവിടുത്തെ ആൾക്കാർ അങ്ങനെ കിടന്നുറങ്ങുകയല്ല ചെയ്യുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു എന്താണെന്നുള്ളത് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് എല്ലാം അറിയാം. ആളിപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. 3-4 എവിഡൻസ് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. എങ്കിലും വിശ്വസിക്കാത്ത ആൾക്കാരോട് നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. കാരണം തോമസ് ലേഹയുടെ ഒക്കെ ആളുകൾ ഉള്ളതാണല്ലോ നമ്മുടെ കേരളം. നമുക്കൊന്നും തന്നെ പറയാൻ സാധിക്കില്ല അവരോട്. തീർച്ചയായിട്ടും കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇസ്രായേലിൽ നിന്നും ശ്രീമതി സിനി ജോസഫാണ് നമ്മളുമായിട്ട് വിവരങ്ങൾ പങ്കുവച്ചത്. വളരെ നന്ദി. താങ്ക് യു ജോയ്സ്. നമുക്ക് യുദ്ധത്തിന്റെ മറ്റൊരു